ഇടുക്കിയിൽ ടാറിംഗ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ പൊളിഞ്ഞ റോഡ് വീണ്ടും വിവാദത്തിൽ. കമ്പമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണത്തിലാണ് വിവാദം തുടരുന്നത്. മുണ്ടീരുമയിൽ കൂടുതൽ ഭാഗങ്ങളിൽ റോഡ് വിണ്ടുകീറി പൊളിഞ്ഞു തുടങ്ങി. മുൻപ് റോഡ് പൊളിച്ചതായി ആരോപിച്ചു നാട്ടുകാർക്കെതിരെ കേസെടുത്തിരുന്നു. കമ്പമെട്ട് വണ്ണപ്പുറം പാതയുടെ ആദ്യഘട്ട റീച്ച് നിർമ്മാണത്തിലാണ് വിവാദം തുടരുന്നത്. മുൻപ് മുണ്ടീരുമയിൽ ടാറിംഗ് നടത്തി ഉടനെ ടാറിംഗ് പൊളിഞ്ഞതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ടാറിംഗ് ഉറയ്ക്കാൻ 72 മണിക്കൂർ സമയം വേണമെന്നായിരുന്നു കരാർ കമ്പനിയുടെ വിശദീകരണം. ഉറയ്ക്കുന്നതിന് മുമ്പ് റോഡ് പൊളിച്ചെന്നാരോപിച്ച് നാട്ടുകാരായ 12 പേർക്കെതിരെ കേസെടുത്തിരുന്നു. 8 ലക്ഷത്തോളം രൂപയാണ് പിഴയായി അടയ്ക്കേണ്ടത്. എന്നാൽ അന്ന് റോഡ് പൊളിഞ്ഞതിന് സമീപ മേഖലയിൽ കൂടുതൽ ഭാഗങ്ങളിൽ റോഡ് ഇളകി തുടങ്ങിയതായി നാട്ടുകാർ പറയുന്നു. ഞങ്ങളുടെ പേരിൽ ഇതിൻ്റെ റോഡിന് ഇന്ന് എന്തെങ്കിലും വീഡിയോ ഇടുകയോ ഫോട്ടോ ഇടുകയോ ചെയ്താൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്യും എന്ന് പറഞ്ഞ് ആൾക്കാർ ഞങ്ങളൊന്ന് സമീപിക്കുകയുണ്ടായി. പേര് വെളിപ്പെടുത്തിയാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായ പ്രശ്നമുണ്ടാവും. ഞങ്ങൾ ഈ റോഡിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾക്ക് ഇതാരും പൈസ വേണ്ട. എൻ്റെ മോനും ഈ കാണുന്നവരുടെ മക്കളും അവർ വാഹനങ്ങളായിട്ട് പോകേണ്ട ഒരു റോഡാണിത്. നമ്മുടെ സർക്കാർ, എൻ്റെ സർക്കാർ കൊടുത്ത് പണിയുന്ന റോഡാണിത്. ഇത് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ സാധനം ടാർ ചെയ്തിരിക്കുന്നത്. മുണ്ടീരുമയ്ക്ക് സമീപം നിരവധി ഭാഗങ്ങളിൽ റോഡ് വിണ്ടുകീറിയ അവസ്ഥയിലാണ്. ഭാരവാഹനങ്ങൾ തുടർച്ചയായി കടന്നു പോകുന്നതോടെ റോഡ് കൂടുതൽ നശിക്കാൻ സാധ്യതയുണ്ടെന്ന് പൊതുപ്രവർത്തകനായ ജി മുരളീധരൻ പറഞ്ഞു. ഇതെല്ലാം പൊതുജനത്തിന്റെ പണമാണ്. ഇതാരുടെയും തറവാട് സ്വത്തൊന്നുമല്ല. നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് പണിയുന്ന പണി അതിന്റെ എല്ലാ അലൈൻമെന്റും മാറ്റിക്കൊണ്ടാണ് കോൺട്രാക്ടറിന്റെ ധിക്കാരത്തിൽ ആരെയും മൈൻഡ് ചെയ്യാതെ രാഷ്ട്രീയ പിടിപാടുമൊക്കെ അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള പിടിപാടുമൊക്കെ വെച്ചുകൊണ്ട് സാധാരണക്കാർ പറയുന്ന മുഴുവൻ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത്. തൂക്കുപാലം ടൗൺ ഏതാണ്ട് 3 മാസക്കാലമായി തൂക്കുപാലം ടൗൺ പൊളിച്ചിട്ടിട്ട് അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ വ്യാപാരി സമൂഹം ആക്ഷേപം ഉന്നയിച്ചതിന്റെ പേരിൽ അവരെ കഷ്ടത്തിലാക്കുന്ന രീതിയിൽ ആ റോഡിന്റെ അലൈൻമെന്റ് മുഴുവൻ മാറ്റി ഇപ്പോൾ ചില കടകളിൽ ഏണി വെച്ച് കയറേണ്ട അവസ്ഥ, ചില കടകളിൽ ഒരു മഴ പെയ്താൽ വെള്ളം കടകളിലേക്ക് കയറുന്ന അവസ്ഥയിലേക്ക് തൂക്കുപാലത്തെ അലൈൻമെന്റ് മുഴുവൻ മാറ്റിക്കൊണ്ട് അവിടുത്തെ വ്യാപാരി സമൂഹത്തിനെ മൊത്തം കഷ്ടത്തിലാക്കുന്ന നടപടികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റിംഗിലും അപാകതയുണ്ടെന്നാണ് ആരോപണം. ഇതോടൊപ്പം തൂക്കുപാലം ടൗണിൽ അകാരണമായി റോഡ് ഉയർത്തിയത് സംബന്ധിച്ചും ആക്ഷേപമുയരുന്നുണ്ട്. മഴക്കാലത്ത് ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്ന രീതിയിലാണ് നിർമ്മാണം. മുൻ അലൈൻമെന്റിൽ നിന്നും ഉയർത്തിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ കട്ടിങ്ങും രൂപപ്പെട്ടിട്ടുണ്ട്. കിലോമീറ്ററിന് 2,75,00,000 രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന പാതയാണ് നിർമ്മാണ കാലയളവിൽ തന്നെ പൊളിഞ്ഞു തുടങ്ങിയത്. കമ്പമെട്ട് വണ്ണപ്പുറം പാതയുടെ ആദ്യ റീച്ച് നിർമ്മാണം 77 കോടി രൂപ മുതൽ മുടക്കിലാണ് നടക്കുന്നത്.